ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ബീച്ചിൽ വന്നിരിക്കുകയാണ് ഫാമിലി ആയിട്ട്. ഇന്നത്തെ ഒരു ബീച്ച് വിസിറ്റ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇന്ന് തനു ബേബിയുടെ ഫസ്റ്റ് ബീച്ച് വിസിറ്റ് ആണ്. അവനിപ്പോൾ ഓൾമോസ്റ്റ് 4.5 months ആയി. ഇതുവരെ നമ്മൾ ബീച്ചിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവൻ ആദ്യമായി ബീച്ചിൽ വരണ്ട, അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഞങ്ങൾ വിചാരിച്ച പോലെയല്ല, ഇവൻ പേടിച്ചു പോയി. വെള്ളത്തിന്റെ സൗണ്ടും ഇവന് മൊത്തത്തിൽ ചെറിയ കാര്യങ്ങളൊക്കെ പേടിയാണ്. ഈ ഓരോ സൗണ്ടൊക്കെ ഭയങ്കര പേടിയാണ്. അതുപോലെ അപ്പോൾ നമ്മുടെ ഈ വെള്ളത്തിന്റെ സൗണ്ടും അതിൻ്റെ ഇതൊക്കെ കേട്ടപ്പോൾ അവൻ ആകെ പേടിച്ചു പോയി. അതുകൊണ്ട് ഭയങ്കര കരച്ചിലാണ്. മിക്കവാറും ഞങ്ങളുടെ ബീച്ച് പ്ലാൻ ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്ത് ഈ വ്ളോഗ് ഇവിടെ തന്നെ അവസാനിക്കുന്നതാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ. ഓക്കെ, നോക്കട്ടെ. എൻ്റെ ചൈൽഡ്ഹുഡും ബീച്ചും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട്. ഞങ്ങൾ എല്ലാ വെക്കേഷനും ഇങ്ങനെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും നമ്മളിങ്ങനെ ബീച്ചിൽ പോവും, കളിക്കും, കസിൻസ് എല്ലാവരും കൂടെ. അതുകൊണ്ട് ബീച്ചിനെ കുറിച്ച് എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും ഇവനെന്നാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ, മേ ബി ഇവൻ അത്ര വലുതായിട്ടില്ലല്ലോ, ചെറുതായതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും. കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ ഇവനൊരു പക്ഷേ എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും ബീച്ച്. അപ്പോൾ കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്ത് നടക്കുകയാണ്. ബാക്കി നമ്മുടെ ഫാമിലിയിലെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുക. തല്ലുവിൻ്റെ കാല് നനയ്ക്കണ ഒരു നല്ല ഷോട്ട് എടുക്കണം എന്ന് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ അത് നടക്കാൻ ചാൻസ് ഇല്ല. കാരണം അവൻ്റെ പേടി കാരണം അവന് മൊത്തത്തിൽ പേടിച്ചു പോയി. അപ്പം അതുകൊണ്ട് അത് നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചെറിയ ക്ലിപ്പ് എന്തോ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോഴേക്കും അവൻ കരയാൻ തുടങ്ങി. പറ്റുകയാണെങ്കിൽ ഞാനത് ഇതിൽ ആഡ് ചെയ്യാം. ഇത് കുറച്ച് ഉള്ള ബീച്ചായിരുന്നു കേട്ടോ. ഒരുപാട് തിരക്കൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഇന്ന് അവധി ആയതുകൊണ്ട്, ഈദായതുകൊണ്ട് ഒരുപാട് പേര് ഇല്ലാതെയാണോ എനിക്ക് അറിഞ്ഞൂടാ. അത് ഈ ബീച്ച് അത്ര കുറച്ച് ഔട്ടറിലുള്ള ബീച്ച് അതുകൊണ്ടാണോന്നും അറിയില്ല. എന്തായാലും അത്ര തിരക്കൊന്നുമില്ല, കുറച്ച് സമാധാനമുണ്ട്. പിന്നെ കുറച്ച് നേരം ഞാനും അമ്മയും കൂടെ കൈപിടിച്ച് പണ്ടത്തെ പോലെ ഇങ്ങനെ ബീച്ചിൽ കളിക്കാനിറങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്മമാരുടെ കൂടെയാണെങ്കിൽ നമ്മൾ പിന്നെയും പണ്ടത്തെ ഒരു ചെറുപ്പകാലത്തെ സ്വഭാവമായി മാറുമല്ലേ. എനിക്കത് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. തന്നൂനെ ഒന്ന് ഫീഡ് ചെയ്ത് സമാധാനിപ്പിച്ച ശേഷം ഞങ്ങൾ കുറച്ചു നേരം കൂടെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയും തമാശ പറഞ്ഞിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേച്ചറിന് ഭയങ്കര ഒരു ഹീലിംഗ് പവർ ആണല്ലേ. നമ്മുടെ മൈൻഡ് എത്ര ക്ലട്ടേർഡ് ആണെങ്കിലും കുറച്ചു നേരം നമ്മളിങ്ങനെ പുറത്തിറങ്ങി ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു ആശ്വാസം ഫീൽ ചെയ്യും. എന്തായാലും അവിടുന്ന് നല്ല കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ. ഒരു വെജ് റെസ്റ്റോറൻറ്റിലാണ് നമ്മളിന്ന് പോയത്. വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഗീ റോസ്റ്റ് അല്ലാതെ എൻ്റെ മനസ്സിൽ വേറെ ഒരു ഓപ്ഷനും വരാറില്ല. ഇതാട്ടോ എൻ്റെ ഫേവറേറ്റ്. ബട്ട് ഇതിൽ ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ആ പുദീന ചട്നിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആരുടെയും ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല. ഞാനൊരു ബ്രസ്റ്റ് ഫീഡിങ് മോമല്ലേ ഗൈസ്. അപ്പം എൻ്റെ വിശപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഞാൻ പെട്ടെന്ന് കഴിച്ചു തുടങ്ങി. കാരണം ഈ ടൈം ആകുമ്പോഴേക്കും ഞാൻ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു അടിപൊളി ഫിൽറ്റർ കോഫിയും കുടിച്ച് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഇതൊരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. വലിയൊരു കാര്യപരിപാടികളൊന്നും ഇല്ലെങ്കിലും ഫാമിലിയായി നല്ല നേച്ചറുമായിട്ട് ഇണങ്ങിയ ഒരു നല്ല ഡേ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.